എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് രസപ്പൊടി ഇല്ലാണ്ട് തന്നെ രസപ്പൊടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലും രസം എങ്ങനെ ചെയ്യാം നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1 ടീസ്പൂൺ ജീരകവും 1.5 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിയുള്ള രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രസത്തിൻ്റെ ടേസ്റ്റ് മൊത്തവും ഈ ജീരകത്തിലും ആ കുരുമുളകിൻ്റെയും ഫ്ലേവറിലാണ്. ഇനി ഇതിനകത്തോട്ട് 2 വലിയ അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. ഒരു 6-7 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായം. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ പൾസ് എന്ന് പറയുന്ന ഓപ്ഷനിലിട്ടിട്ട് 1-2 വട്ടം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് രസം ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം വെക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും 1-2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഉലുവ നല്ലപോലെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുമ്പോഴത്തേക്ക് മസാല മൂക്കുന്ന രീതിയിൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അരയാതെ കിടക്കുന്ന തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. 1-2 തക്കാളിയൊക്കെ ഇച്ചിരി വലുതായിട്ട് തന്നെ കിടക്കട്ടെ, അപ്പോഴായിരിക്കും രസത്തിൽ കാണാനൊരു ഭംഗി ഉണ്ടാകുന്നത്. ഇപ്പം മസാലയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ രസത്തിന് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഏകദേശം 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 മുതൽ ഒരു 4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. രസം നല്ലപോലെ തിളച്ച് വരുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. രസം ചെറുതായിട്ടൊന്ന് തണുത്ത് പുളിയൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവുന്നത്. തണുത്ത് പുളിയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉപ്പ് കുറഞ്ഞ കണക്ക് നമുക്ക് തോന്നും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും ഈ മെത്തേഡിൽ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.